ഹലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹലോ ആ ആരാ? ഞാൻ പറഞ്ഞു ഞാൻ ജയചന്ദ്രനാണ്. അതിന് ഞാനല്ലേ ജയചന്ദ്രൻ, ഇയാളാരാ? ഒരു യുവത്വത്തിൻ്റെ തിളപ്പ് കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചേട്ടാ. പിന്നെ ശബ്ദമില്ല. പിന്നെ ഡോറിങ്ങനെ വലിച്ചു തുറന്നിട്ട് വെളിയിലോട്ട് ഒരൊറ്റ പോക്കാം. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നടക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് പതുക്കെ അടുത്ത് ചെന്ന് ജേട്ടനോട് പറഞ്ഞു, സാർ ഇങ്ങനെ സാർ എന്നൊന്നും വിളിക്കുന്നു. പാട്ട് ഈ പാട്ട് അതിനകത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ്. കാരണം എനിക്ക് ജീവിതം എപ്പോഴും ഇൻറ്റൻസ് ആയിരുന്നു. ഐ ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഇഫ് ഐ ഹാവ് ടു സ്റ്റേ. അല്ലെങ്കിൽ പല ആൾക്കാരുടെ ഇടയിൽ ഒരാളായിട്ട് പതുക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ. ജാതിക്കാത്തോട്ടം അതുപോലുള്ള പല പാട്ടുകളും ഇഷ്ടമാണ്. സുഷിൻ്റെ പാട്ടുകൾ എൻ്റെ അനിയന്മാരായിട്ട് തന്നെ ഞാൻ അവരെ കാണുന്നത്. അവരെ പറ്റി എനിക്ക് വളരെ അഭിമാനമാണ്. എനിക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഇരുന്ന് ചെയറാണ്. എത്രയോ വലിയ മ്യൂസിക് കമ്പോസേഴ്സ് ഇരുന്ന് ചെയറാണ്. അവിടെ ഞാൻ ഇരിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീയാണ് അസിസ്റ്റൻറ്റ് കണ്ടക്ടർ അങ്ങനെ ഒരു പേര് ദേവരാം മാസ്റ്റർ. അതൊരു വലിയ ഭാഗ്യമാണ്. ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. ഹൃദയം നിറഞ്ഞാലും നിറഞ്ഞു കവിഞ്ഞാലും സംഗീതമാണ് കൂട്ട്. മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, മതിലുകൾ. ഈ മതിലുകളൊക്കെ തകർത്ത് നമുക്ക് ഒന്നിച്ച് പാടാം. നമുക്ക് എന്തിനേയും പറ്റിയും പാടാം. നമുക്ക് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള, മനുഷ്യനെ വേർതിരിക്കാത്ത എന്തും നമുക്ക് പാടാം. എല്ലാവരും ചോദിക്കുമല്ലോ കൊച്ചുകുട്ടിക്കാലത്ത് വാട്ട് ഈസ് യുവർ ആംബിഷൻ? ഐ ഹാഡ് ഓൺലി വൺ ആംബിഷൻ, ദാറ്റ് വാസ് ടു ബിക്കം എ മ്യൂസീഷ്യൻ. സിനിമാ ഗാനങ്ങളിൽ മലയാളികൾക്ക് എന്നും പ്രിയം മാധുര്യമുള്ള മെലഡികളോടായിരുന്നു. ദേവരാജ മാഷ്, ബാബുക്ക, അവർ തുടങ്ങി വെച്ച ആ ഒരു പാരമ്പര്യം ഔസേപ്പച്ചൻ സാറ്, ജോൺസൺ മാഷ്, രവീന്ദ്ര മാഷ് അവരൊക്കെ പിന്തുടർന്നു പോന്നു. 1990കളുടെ അവസാനം 2000ൻ്റെ ആരംഭം മലയാളികൾക്ക് ആ മെലഡിയുടെ ലെഗസി പിന്തുടരാൻ ഒരു പ്രതിപാദനനായിട്ടുള്ള സംഗീത സംവിധായകനെ ലഭിച്ചു, എം ജയചന്ദ്രൻ. മലയാളികൾ അന്നു മുതൽ അവരുടെ എല്ലാ ഇമോഷൻസിലും, അച്ഛനെ ഓർക്കുമ്പോൾ, അമ്മയെ ഓർക്കുമ്പോൾ, പ്രണയം ഓർക്കുമ്പോൾ, വിരഹം ഓർക്കുമ്പോൾ എല്ലാം ജയചന്ദ്രൻ ഗാനങ്ങൾ അവരുടെ കൂട്ടായി വന്നു. ആ എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ്റെ സംഗീത വഴികളിലൂടെയാണ് ഇന്ന് നമുക്ക് കുറച്ച് നേരം സഞ്ചരിക്കാനുള്ളത്. സാർ നമസ്കാരം. ഹലോ. ഒരുപാട് സന്തോഷം. സാറിൻ്റെ പാട്ടുകളിലൂടെയാണ് സാറിനെ പരിചയം. സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സാറിൻ്റെ സംഗീത വഴികളാണ് ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് മാധുര്യമുള്ള ഗാനങ്ങൾ, അതിൻ്റെയൊക്കെ സ്റ്റോറീസ് അറിയാൻ താല്പര്യമുണ്ട്. അതൊക്കെയാണ് സാറുമായിട്ട് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, എങ്കിലും 5 വയസ്സിൽ സംഗീത പഠനം, ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ അടുത്ത്, ഹരിഹരയ്യർ സാറ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, നെയ്യാറ്റിങ്കര മോഹനേന്ദ്രൻ സാറ്, അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ മഹാരഥന്മാരുടെ അടുത്ത് ക്ലാസിക്കൽ പഠനം, അതോടൊപ്പം ദേവരാജ മാഷിൻ്റെ ഒരു ശിക്ഷണത്തിലുള്ള സംഗീത പഠനം, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് എന്തൊരു ജീവിതം എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു സമയം, വളർന്നു വരുന്ന ആ ഒരു സമയം, ഏതിലേക്ക് പോകണം. നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച ഒരു സ്റ്റേബിളായിട്ടുള്ള പ്രൊഫഷൻ അവിടെ നിൽക്കുന്നു, മ്യൂസിക് അത്രയധികം സ്നേഹിക്കുന്ന മ്യൂസിക് ഒരു വശത്ത് നിൽക്കുന്നു. അപ്പം വാട്ട് ഈസ് ദാറ്റ് മൊമെൻറ്റ്, മ്യൂസിക് ചൂസ് ചെയ്യാനുണ്ടായ ഒരു സ്പാർക്ക് എവിടെ നിന്നായിരുന്നു സാറിന്? മ്യൂസിക് ചൂസ് ചെയ്യാനുണ്ടായ സ്പാർക്ക് മ്യൂസിക് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ഹൃദയം നിറഞ്ഞാലും നിറഞ്ഞു കവിഞ്ഞാലും അപ്പോഴും സംഗീതമാണ് കൂട്ട്. ഹൃദയം പൊട്ടിയാലും, ഒരുപാട് സങ്കടപ്പെട്ടാലും, തകർന്നാലും അപ്പോഴും സംഗീതമാണ് കൂട്ട്. പിന്നെ ഹൃദയം എന്തെങ്കിലും തിരയുകയാണെങ്കിൽ അവിടെയും സംഗീതം. അപ്പോൾ സംഗീതം ഒരു ഇമോഷണൽ സ്പൈനാണ് എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ ഇമോഷണൽ സ്പൈൻ, യെസ്. ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ ഇതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ബോഡിയിൽ സ്പൈനിൽ ചില വെയർ ആൻഡ് ടയർ വരുമ്പോഴാണല്ലോ ഈ എന്താണ് നമ്മൾ MRI സ്കാനൊക്കെ നോക്കുമ്പോൾ ഈ L3, L4, L5 ബൾജ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഈ നമുക്ക് ഇമോഷണൽ ബൾജസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെൻറ്റ് ചെയ്തു പോകും മനുഷ്യൻ. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മിക്കവാറും ഈ ബൾജസ് ഒഴിവാക്കാൻ സഹായിക്കുന്നതും നമ്മളെ നിലനിർത്തുന്നതും, എന്നെ നിലനിർത്തുന്നതും എപ്പോഴും സംഗീതമാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സംഗീതത്തിലായിരിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായി. അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ കൊച്ചുകുട്ടിക്കാലത്ത് വാട്ട് ഈസ് യുവർ ആംബിഷൻ?
ഐ ഹാഡ് ഓൺലി വൺ അംബിഷൻ, ദാറ്റ് വാസ് ടു ബിക്കം എ മ്യൂസീഷ്യൻ. അത് പിന്നെ MBS സാറിനെ കണ്ട ഒരു മൊമെൻറ്റാണ് ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. അവിടെയാണ് ഞാൻ എന്നെ കണ്ടെത്തിയത് എന്ന് പറയാം. സാറാണ് എന്നെ കണ്ടെത്താനായിട്ട് എന്നെ സഹായിച്ചത്. അദ്ദേഹമാണ് അതിൻ്റെ ഒരു വഴി അദ്ദേഹം പോലും പറയാതെ എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ യൂണിവേഴ്സിറ്റി കൊയർ കണ്ടക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം വന്നു, അവിടെ പാട്ടുകൾ പഠിപ്പിച്ചു. അപ്പോൾ സംഗീതത്തിൻ്റെ പുതിയ പുതിയ തലങ്ങൾ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിലൂടെ കണ്ടെത്താൻ പറ്റി. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇപ്പോൾ മ്യൂസിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും രസകരമായ ഒരു അനുഭൂതിയാണോ എന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ആ നിമിഷങ്ങളിലാണ്, ആ ഒരു യാത്രയിലാണ് ഞാൻ എന്നെ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും സംഗീത സംവിധാനം, മ്യൂസിക് കോമ്പോസിഷൻ ഈസ് മൈ ഫോർട്ടേ ആൻഡ് ഐ ഹാവ് ടു ഗോ ഓൺ വിത്ത് ഇറ്റ് എന്നുള്ള തോന്നലുണ്ട്. സാറിനെ പരിചയപ്പെട്ട സമയത്ത് സാറിൻ്റെ എന്തെങ്കിലും വാക്കുകൾ അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടോ? അങ്ങനെ സാറിനെ എനിക്ക് സാറിൻ്റെ സംഗീതം പോലെ തന്നെ, MBS സാറിൻ്റെ സംഗീതം പോലെ തന്നെ MBS സാറിൻ്റെ മനുഷ്യത്വത്തെ ലെറ്റ്സ് സിങ് ടുഗെദർ എന്നുള്ള ആണ് അദ്ദേഹത്തിൻ്റെ ഒരു തീമായിട്ട് അദ്ദേഹം എല്ലാവരും പറയാം. മദ്രാസ് യൂത്ത് കൊയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രൂപീകരിച്ച കൊയറിൻ്റെ തീം തന്നെ അതാണ്, ലെറ്റ്സ് സിങ് ടുഗെദർ എന്നാണ്. അതിൽ ഒരുപാട് വലിയ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആശയമുണ്ട്. നമുക്ക് ഒന്നിച്ച് പാടാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടാം എന്നുള്ള അർത്ഥമുണ്ട്. പാട്ടെന്ന് പറയുന്നത് ചിലർക്ക് മാത്രമുള്ള ഒരു കുത്തകയല്ല എന്നുള്ള അർത്ഥമുണ്ട്. പാട്ടിന് പ്രത്യേകിച്ച് ആൾക്കാരോട് പ്രത്യേകിച്ചൊരു വിവേചനമില്ല എന്നുള്ള ഒരർത്ഥമുണ്ട്. ഏതർത്ഥതലത്തിൽ നോക്കിയാലും ഒന്നിച്ച് പാടുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്, അതാണ് ഒരുമ, അതാണ് നന്മ, അതാണ് സ്നേഹം എന്ന് തിരിച്ചറിയാം. അപ്പോൾ സംഗീതം സ്നേഹം തന്നെയാണ് എന്നാണ് അദ്ദേഹം. യുണൈറ്റ്സ് പീപ്പിൾ, യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മതിലുകൾ. ഈ മതിലുകളൊക്കെ തകർത്ത് നമുക്ക് ഒന്നിച്ച് പാടാം, നമുക്ക് എന്തിനേയും പറ്റിയും പാടാം. നമുക്ക് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള, മനുഷ്യനെ വേർതിരിക്കാത്ത എന്തും നമുക്ക് പാടാം എന്നുള്ള ഒരു സംഗീതമായിട്ടാണ് MBS സാർ വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ സംഗീതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. ഒരുപാട് സിനിമകളുടെ, ഇപ്പോൾ എലിപ്പത്തായം എന്നുള്ള അടൂർ സാറിൻ്റെ സിനിമയുടെ അതിന് തന്നെ ഈ എലി ഓടിപ്പോകുമ്പോഴത്തേക്ക് ഒരു സ്പൈറലിംഗ് മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. അതുവരെ കേൾക്കാത്ത ഒരു സംഗീതമാണ്. അപ്പോൾ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം എന്താണ് എന്ന് അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ജോൺ ചേട്ടനെ പോലെയുള്ള സംഗീത സംവിധായകർക്ക് വഴികാട്ടിയതും കൂടെ MBS ആണ്. പിന്നെ പാട്ടുകളിൽ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലുള്ള ആഴം, സംഗീതത്തിൻ്റെ ആഴമാണ് ഞാൻ പറയുന്നത്. അത് വളരെ ഇമോഷണലായിരിക്കും. നേരത്തെ പറഞ്ഞ ആ ആഴത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ ഓർക്കസ്ട്രേഷൻ സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഉള്ള ഒന്നാണ്. അതൊക്കെ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ എനിക്കും പകർന്നെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് പറഞ്ഞപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, സാറിൻ്റെ പാട്ടുകളിൽ ഇപ്പം ഏതാണ് ഇമോഷൻ, അതിൻ്റെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും. ഇപ്പം പ്രണയമാണെങ്കിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം. അപ്പം പാട്ടിൽ, ഈ പാട്ടിൽ അതിനകത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, അതിനകത്ത് ആ മലയാളികൾ നെഞ്ചിലേക്ക് എടുത്തൊരു പാട്ടാണ്. അച്ഛൻ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാ ഇമോഷനും ഉള്ളതാണ്. അമ്മ മഴക്കാറ്, അങ്ങനെ കാത്തിരുന്നു വിരഹം, ഇതെല്ലാം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് സൂചിപ്പിക്കുന്ന പാട്ടുകൾ. ഒരുപക്ഷെ ഇതൊക്കെ ആ ഒരു ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ ഒരു അങ്ങനെ പാട്ടുകൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണോ അങ്ങനെയുള്ള ഇൻറ്റൻസ് ആയിട്ട് എങ്ങനെയാണ് പാട്ട് ക്രിയേറ്റ് ചെയ്തത് സാറ്? കാരണം എനിക്ക് ജീവിതം എപ്പോഴും ഇൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റൻസിറ്റി വേണം എന്ന് ഞാൻ അത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള സോങ് സിറ്റുവേഷൻസ് സിനിമയിൽ വരുമ്പോൾ, ബാലേട്ടൻ്റെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന് പറഞ്ഞാൽ ആ നിർവൃതിയെ എങ്ങനെ പാട്ടുകളിലൂടെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കുമ്പോൾ അത് ഇൻറ്റൻസ് ആയേ പറ്റൂ. അവിടെ ഒരു പോസ്, നിർവൃതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ആ നിർവൃതി കിട്ടാനുള്ള ഒരു സമയം കൂടെ, ഒരു പോസും കൂടി. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. നമ്മൾ എക്സ്റ്റസി എന്ന് പറയുന്നത് അത് മ്യൂസിക്കലി ഡീപ്പ് ആകുമ്പോൾ, മ്യൂസിക്കലി ഇൻറ്റൻസ് ആകുമ്പോഴത്തേക്കും ആ
ഒരു ബന്ധത്തെ ശരിക്ക് അതിൻ്റെ എല്ലാ രീതിയിലുള്ള നിറങ്ങളിലും നിറഭേദങ്ങളിലും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് സൂപ്പർഫിഷ്യലാവുള്ളൂ. അപ്പോൾ പ്രതലത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയാണ് സത്യം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഇപ്പം ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ഒരു ഇമോഷനാണോ ഈ മ്യൂസിക്കിലൊക്കെ ഇത്ര ഇമോഷൻ കൊണ്ടുവരുന്നത്? ബേസിക്കലി പേഴ്സണലി ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് സാർ നേരത്തെ പറഞ്ഞു. ആ ഇമോഷൻ അങ്ങനെ തന്നെ മ്യൂസിക്കിലേക്ക് കൊണ്ടുവരികയാണ്. അത് അതേപടിയല്ല, ആ ക്യാരക്ടറിനെ എത്രത്തോളം ആവാമോ അത്രയും മാത്രം. ഇപ്പോൾ ഞാൻ എത്രത്തോളം ഇൻറ്റൻസ് ആണ്, ഞാനല്ല കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രത്തിന് എങ്ങനെയാണ്, അയാൾ ഏത് രീതിയിലുള്ള ഇൻറ്റൻസിറ്റിയിലാണ് അയാളുടെ ഇമോഷൻ അയാൾ അനുഭവിക്കുന്നത്, അത്രമാത്രം. അപ്പോൾ ആ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറാവാൻ പാടില്ല, അത് കുറയാനും പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യത വേണം ഒരു മ്യൂസിക് കമ്പോസറിന്. അയാളുടെ ജീവിതം എല്ലാത്തിലും എഴുതി വെക്കലല്ല അയാളുടെ ക്രിയേഷൻ എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ കമ്പോസ് ചെയ്ത് നമ്മൾ അത് സ്വയം മറക്കലിലേക്ക് വരുമ്പോഴത്തേക്കും ആ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പോസർ ഡിസപ്പിയർ ചെയ്യും. പിന്നെ അവിടെ നിൽക്കുന്ന സ്നേഹം മാത്രം. ആ സ്നേഹം സംഗീതത്തിൻ്റെ ഉടുപ്പിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുള്ളത്. അതുപോലെയാണ് എനിക്ക് മ്യൂസിക് ക്രിയേഷനെ പറ്റി തോന്നിയിട്ടുള്ളത്. സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ലിറ്ററേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം മ്യൂസിക് ഗാനരചനയിൽ സാറിൻ്റെ പാട്ടുകളിലും വരികൾക്ക് ഒരുപാട് പ്രാധാന്യം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതുമ്പോഴും രമേശൻ നായർ സാർ എഴുതുന്ന സമയത്തും റഫീഖ, ബി കെ ഹരിനാരായണൻ അവരുടെയൊക്കെ ഒപ്പം എഴുതുമ്പോഴും ഒക്കെ സാഹിത്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഏറ്റവും നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു ഹിറ്റ് ചോദിക്കുമ്പോൾ വാതുക്കൽ വെള്ളരിപ്രാവ് പറയുമ്പോൾ അതിലെ വരിയും ആ ട്യൂണും കൂടെ ഇഴകലർന്ന് കിടക്കുന്ന പോലെ എന്ന് എനിക്കെപ്പോഴും, ഞാൻ ആദ്യം ആ പാട്ട് കേട്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗാനരചനയിൽ സാറിപ്പോൾ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ വാക്കുകൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ അത് വേണം, അങ്ങനെയുള്ള ഇൻ്റർഫിറൻസ് അല്ല, അത് ഒരു മെച്ചപ്പെടുത്താനുള്ള സംസാരങ്ങൾ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ? എനിക്ക് പലപ്പോഴും വല്ലാത്ത അത്ഭുതം തോന്നും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ കോലക്കുഴൽ വിളി കേട്ടോ രാധേ എന്നുള്ളത്, അതിൻ്റെ ട്യൂൺ വന്നപ്പോൾ ഈ വരികൾ എൻ്റെ മനസ്സിൽ വന്നതാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കോലക്കുഴൽ എന്നുള്ളത് ഞാൻ എപ്പോഴോ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഓടക്കുഴൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷെ കോലക്കുഴൽ എന്നുള്ള ആ പ്രയോഗം തന്നെ, ഇപ്പോൾ കോലക്കുഴൽ വിളി കേട്ടോ എന്നാണ് ട്യൂൺ പാടി കേൾപ്പിച്ചത്. അങ്ങനെയൊക്കെ പാടി കേൾപ്പിച്ചത്. അപ്പോൾ ട്യൂൺ വന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്ന വരിയാണിത്. അപ്പോൾ ലോഹിതാസ് സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞു, ഈ ആദ്യത്തെ വരി ഞാൻ മാറ്റൂല കേട്ടോ, ബാക്കിയുള്ളത് എഴുതുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കല്ലായി കടവത്തെ എന്ന് അങ്ങനെ പാടി, അങ്ങനെ തന്നെ പാടിയതാണ്. മണിക്കുയിലേ മണിക്കുയിലേ എന്നുള്ളത് അങ്ങനെ തന്നെ പാടിയതാണ്. കാത്തിരുന്നു കാത്തിരുന്നു അത് അങ്ങനെ തന്നെ പാടിയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് എന്നെ മനസ്സിൽ അങ്ങനെ വരുന്നു എന്നുള്ളത്. ഈണത്തിനൊപ്പം വരികളും വരും. ചിലതൊക്കെ ഡമ്മി ആയിട്ട് അർത്ഥമില്ലാതെയും പാടാറുണ്ട്. എന്നുവെച്ചാൽ ഈ ട്യൂൺ അതിലൊരു മലയാളം ലിറിക്ക് വരുമ്പോഴത്തേക്കും അത് എങ്ങനെ ചേരും എന്നുള്ള ഒരു അറിവിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഡമ്മി ലിറിക്സ് വെച്ച് പാടുന്നത്. അപ്പോൾ ചിലത് നമ്മൾ അറിയാതെ തന്നെ ഇത് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കോലക്കുഴൽ തപ്പിയിട്ട് ഞാനിങ്ങനെ പോയിട്ട് ഞാൻ ഗിരീഷേട്ടനോട് ചോദിച്ചു, കോലക്കുഴൽ അതെങ്ങനെയാണ്, അതെന്താണ് വ്യത്യാസം, ഓടക്കുഴലായിട്ടുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ കൈതപ്രസാദിനോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ കോലമുള കൊണ്ടുണ്ടാക്കിയ കോലക്കുഴൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം അറിയാതെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നീട്ടമുള്ളതായിരിക്കും ആ കോലക്കുഴൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കാലികളെ മേയ്ക്കാനായിട്ട് ഉപയോഗിക്കും, ഇടയ്ക്ക് അത് സംഗീതം പൊഴിക്കാനായിട്ടും ഉപയോഗിക്കും. അങ്ങനെ കൃഷ്ണനുമായിട്ട് ഏറ്റവും ബന്ധം ഉള്ള ആ നാദം എന്ന് പറയുന്നത് കോലക്കുഴലിൻ്റെ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാനത് പാടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ സിനിമയിൽ ലോഹിതാസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് കൃഷ്ണാർപ്പണമാണ്, സർവം കൃഷ്ണാർപ്പണം. അപ്പോൾ ഇത് ഭഗവാന് നിവേദ്യമായിട്ടാണ് ഈ സിനിമ വരേണ്ടത് എന്ന് പറയുമ്പോൾ ഈ കോലക്കുഴൽ എന്നുള്ള വാക്ക് അങ്ങനെ അത്തരത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കിട്ടിയത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു.
അങ്ങനെയുള്ള അത്ഭുതങ്ങളിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ലൈഫ് ഈസ് എ മിസ്റ്ററി. നമുക്കറിഞ്ഞ മനുഷ്യൻ പൊട്ടക്കുളത്തിലെ തവളയെ പോലെയുള്ളൂ. എന്തൊക്കെ സയൻറ്റിഫിക് അഡ്വാൻസ് നമ്മൾ നടത്തിയാലും ശരിക്കും നമ്മളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു മിസ്റ്ററിയാണ്. ഇപ്പോൾ മെഡിക്കൽ ഇത് പഠിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമ്മളെ ബ്രെയിനിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ് എങ്ങനെ നടക്കുന്നു, ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ആ സ്പിരിച്വൽ ഒരു അവേക്കനിങ് അതാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെ സത്യം എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള ആകസ്മികതകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. 100% അതിൻ്റെ ഭാഗമാണ്. ഇപ്പം സിനിമാ സംഗീതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പേഴ്സണലി എം ജയചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറെ പരിചയം, സാറിൻ്റെ മുഖം കാണുന്നതിന് മുമ്പേ തന്നെ പരിചയം എന്ന് പറയുന്നത് ദൂരദർശനിലെ പാട്ടുകളിലൂടെയാണ്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവില്ല പല പാട്ടുകളും, സാറിൻ്റെ പാട്ടുകൾ അന്നൊക്കെ പഠിക്കണമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. വീട്ടിൽ ഒരു വിധത്തിലും വൈകുന്നേരം ഒന്നും TV വെക്കില്ല. ആകെ വെക്കുന്നത് ദൂരദർശനിൽ ഇതുപോലെ നല്ല പാട്ടുകൾ വരുന്ന സമയത്ത് അച്ഛൻ ബുക്ക് മടക്കാൻ സമ്മതിക്കും. അങ്ങനെ കുറച്ച് ലളിത ഗാനങ്ങൾ, ചിത്രചേച്ചിയുടെ പാട്ടുകൾ, ഇപ്പം ചെമ്പനി നീർ പൂവേ, ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. കേളി പുത്തിരുവാതിര ഇപ്പോഴും ഏറിയാറുണ്ട് ഇടയ്ക്കൊക്കെ. തീരങ്ങൾ, അതൊക്കെ ചിത്രചേച്ചി. സ്മൃതി തൻ ചിറകിലേറി, ആ പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചെങ്ങനെയാ വെച്ചാൽ, നമ്മൾ ചില സിനിമാ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഇമാജിനറിയൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുവരെ കേട്ട് വന്നിരുന്ന ഒരു കൺവെൻഷണൽ ലൈറ്റ് മ്യൂസിക്കുകളിൽ നിന്ന് മാറി അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ കുറേ ഭാവനകൾ ഉണ്ടാക്കുന്ന ഒരു സിനിമാറ്റിക് ടച്ചുള്ള ലൈറ്റ് മ്യൂസിക്കുകൾ, അങ്ങനെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ വന്നത് ഇപ്പോൾ ദൂരദർശനിലെ ആ ഒരു കാലം ഉണ്ടല്ലോ, ആ കാലം സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നോണാണോ അതോ പാട്ടുകൾ ചെയ്യാന്നുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്താണോ അങ്ങനെയുള്ള പാട്ടുകളിലേക്ക് ദൂരദർശനിലേക്ക് എത്തിയത്? ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്തായാലും സിനിമയാണ് എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ സിനിമയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം അതൊക്കെ സാറിൻ്റെ ഏത് പ്രായത്തിലൊക്കെ ആയിരിക്കും? എനിക്ക് തോന്നുന്നു എനിക്കൊരു 20 വയസ്സ് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇതിന് ഞാൻ പ്രാപ്തനാണോ, സിനിമയ്ക്ക് ഞാൻ പ്രാപ്തനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് ചവിട്ടുപടികളുണ്ടല്ലോ, നമ്മൾ ഓരോ പടികളും കയറി ആ 18ാം പടിക്ക് അപ്പുറം എത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ള ഒരു ആഗ്രഹം, ഇൻറ്റൻസ് ആയിട്ടുള്ള, അവിടെ ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്തൊക്കെ തന്നെ ആയാലും അവിടെ എത്തിയേ പറ്റൂ, അവിടെ എത്തും എന്നുള്ള, ഇങ്ങനെ 19-20 മണിക്കൂർ ദിവസവും വർക്ക് ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വെറുതെ ഞാൻ തന്നെ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ അത് കമ്പോസ് ചെയ്യുന്നതായിട്ട്, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പല ആൾക്കാരും പലതും പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു വഴിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ സ്മൃതി തൻ ചിറകിലേറി എന്നുള്ള പാട്ട് എനിക്ക് ആദ്യമായിട്ട് ദൂരദർശനിൽ ഒരു അവസരമായിരുന്നു. അന്നത്തെ ദൂരദർശന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തത്. അപ്പോൾ തരങ്ങിണി സ്റ്റുഡിയോയിലാണ്. അതിന് മുമ്പേ ദേവരായ മാസ്റ്ററുടെ കൂടെ ഈ ദൂരദർശന് വേണ്ടിയിട്ടുള്ള പല പാട്ടുകളും റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് പേര് തന്നു, നീയാണ് അസിസ്റ്റൻറ്റ് കണ്ടക്ടർ എന്ന്. അങ്ങനെ ഒരു പേര് ദേവരായ മാസ്റ്റർ, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ദേവരായ മാസ്റ്ററുടെ 7 അയലത്തെങ്കിലും നിൽക്കാൻ പറ്റിയ ഒരു ശിഷ്യനാണല്ലോ എന്നോർക്കുമ്പോഴും ഇപ്പോഴും ഏറ്റവും വലിയ അഭിമാനമാണ്. കാരണം മാസ്റ്ററുടെ ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്യുന്നതും, ആ കോൺസെപ്റ്റും അതിൻ്റെ വഴിയും അതിൻ്റെ ഒഴുക്കും അതിൻ്റെ ധാരണയൊക്കെ അങ്ങനെയാണ് ദേവരായ മാസ്റ്ററുടെ. അപ്പോൾ മാസ്റ്റർ അവിടെ ഒരു ചെയറിലിരിക്കും. കരുണാകരൻ ചേട്ടനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കരുണാകരൻ ചേട്ടൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ചെയറിലിരിക്കും. അത് മ്യൂസിക് കമ്പോസറിനുള്ള ചെയറാണ്. അപ്പോൾ ഈ സ്മൃതി തൻ ചിറകിലേറി അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ചെയറിലിരിക്കാൻ പേടിയായിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. അപ്പോൾ കരുണാകരൻ ചേട്ടൻ ചോദിച്ചു, എന്താ ചെയ്യാൻ ഇരിക്കുക? ഞാൻ പറയാമല്ലോ, എനിക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഇരുന്ന ചെയറാണ്. എത്രയോ വലിയ മ്യൂസിക് കമ്പോസേഴ്സ് ഇരുന്ന ചെയറാണ്. അവിടെ ഞാൻ ഇരിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്മൃതി തൻ ചിറകിലേറി എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്.
അപ്പോൾ ജയേട്ടനായിട്ടാണ് ആദ്യത്തെ ചേട്ടനായിട്ടുള്ള അനുഭവമാണ്. ആദ്യമായിട്ട് ജയേട്ടനായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ജയേട്ടനെ ഒരു ട്രങ്ക് കോളാണല്ലോ പഴയ കാലത്ത്. അപ്പോൾ ജയേട്ടനെ പരിചയമില്ല. അതിന് മുമ്പാണ് ഒന്നിനെ ശ്രുതി താഴ്ത്തിയുള്ളത്. അതെ, ദേവരാം മാസ്റ്റർ അന്ന് സാർ ഉണ്ടായിരുന്നില്ല? ഇല്ല, അത് കുറച്ച് മുമ്പേ ആണ്. അതിനുശേഷമാണ് ഞാൻ ദേവരാം മാസ്റ്ററാണ്. അപ്പോൾ ഒരു ട്രങ്ക് കോളിൽ വിളിക്കുകയാണ് ചേട്ടനെ. എനിക്ക് പരിചയമേ ഇല്ല ചേട്ടനെ. അപ്പോൾ ഹലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹലോ, ആരാ? ഞാൻ പറഞ്ഞു ഞാൻ ജയചന്ദ്രനാണ്. അതിന് ഞാനല്ലേ ജയചന്ദ്രൻ, ഇയാളാരാ? അതായിരുന്നു ചേട്ടനായിട്ടുള്ള ആദ്യത്തെ ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാനൊരു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റ് വേണം, എനിക്കിവിടെ താമസിക്കാനായിട്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഹോട്ടൽ ഗീത് ഉണ്ട്, അവിടെ ഇന്ന റൂം വേണം, അവിടെയാണ് ഞാൻ സ്ഥിരം താമസിക്കുന്നത്, പിന്നെ കാറ് വേണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദൂരദർശനാണ് പ്രൊഡ്യൂസർ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാറിനെ വിളിക്കും. അങ്ങനെ ആനന്ദവർമ്മ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹമായിരുന്നു പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്നതും എഴുതുന്നതും കുടപ്പനക്കുന്ന് ഹരിച്ചേട്ടനായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ ഈ തരകടി സ്റ്റുഡിയോയിൽ ജയേട്ടൻ പാടാൻ വന്നു. പാടാൻ വന്ന് ഈ മുത്തച്ഛൻ ഇത്തിരി മധുരവും ഉപ്പും ചേർത്തെന്ന് ചോറൂണ് നൽകിയ നടയിൽ മുത്തച്ഛൻ. അപ്പോൾ ജയേട്ടൻ പാടും നടയിൽ മുത്തച്ഛനോ. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല കുറച്ചും കൂടി ഗ്ലൈഡ് വേണം ചേട്ടാ, നടയിൽ അങ്ങനെ വേണം. ഇതന്നെ അദ്ദേഹം ഇങ്ങനെ തന്നെ പാടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് നല്ല ഒരു യുവത്വത്തിൻ്റെ തിളപ്പ് കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചേട്ടാ എന്ന് പറഞ്ഞു. ആ ഒരു സെൻറ്റൻസ് ഇങ്ങനെയല്ല ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ ശബ്ദമില്ല. പിന്നെ ഡോർ ഇങ്ങനെ വലിച്ചു തുറന്നിട്ട് വെളിയിലോട്ട് ഒരൊറ്റ പോക്കാം. എന്നിട്ട് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഇടമുണ്ട് തരണിയുടെ ഫ്രണ്ടിൽ. അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ദേഷ്യത്തിൽ. അപ്പോൾ ഹരിച്ചേട്ടൻ പറഞ്ഞു കുട്ടാ ഒന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്ത് തെറ്റ്, നമ്മൾ കമ്പോസ് ചെയ്തതല്ലേ അദ്ദേഹം പാടേണ്ടത് എന്നൊക്കെ. അപ്പോൾ ആ രീതിയിലൊന്ന് അത് തന്നെ. അപ്പോൾ ഞാനങ്ങനെ വെളിയിലോട്ട് പോയി പതുക്കെ ഇങ്ങനെ ഒന്ന് പീപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നടക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് പതുക്കെ 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 അടുത്ത് ചെന്ന് ജയേട്ടനോട് പറഞ്ഞു, സാർ ഞാൻ സാർ എന്നൊന്നും വിളിക്കില്ല. അല്ല സാർ ക്ഷമിക്കണം, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ പാട്ടിനോടുള്ള ഒരു ക്രേസ് ഉണ്ട്, അത്ര ഇഷ്ടം കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, പാട്ടുകാരന് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉള്ളിലേക്ക് വന്നു. പിന്നെ അവിടെ ഇരുന്നു. ഒന്നുകൂടെ പാട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാടി, അസാധ്യമായിട്ട് പാടി. പിന്നെ അതിനുശേഷം പറഞ്ഞു നീ ദേവരായ മാസ്റ്ററുടെ ശിഷ്യനാവാൻ അർഹനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ജയേട്ടനായിട്ടുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഒത്തിരി പാട്ടുകൾ ജയേട്ടനായിട്ട്, പിന്നെ ജയേട്ടനായിട്ട് ഭയങ്കര സ്നേഹം. അവസാന കാലങ്ങളിലൊക്കെ അത്തരം ജയേട്ടൻ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയചന്ദ്ര സാറിൻ്റെ കാര്യം. അവൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, അവൻ പാടാൻ ചെല്ലുമ്പോൾ അങ്ങനെയാണ് പറയുക. അവൻ്റെ പറയാം പക്ഷെ അവൻ്റെ പാട്ടിൽ ഞാൻ വീണു പോകും എന്ന് എപ്പോഴും പറയാം. ലാസ്റ്റ് സാറ് ഒറ്റ അതില്ലേ ഒറ്റയിലാണ് ഒറ്റയിൽ പാടിയെന്ന് എനിക്കൊരു പേന സമ്മാനമായി. ആ പാട്ട് എന്നെ പരിചയപ്പെടുന്ന സമയത്ത് അത് പാടി നിൽക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ ആ പാട്ട് റിലീസാവുന്നത്. അപ്പം പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് വരട്ടെ അപ്പോൾ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ആ പാട്ട് റിലീസായത്. പക്ഷേ ആ സമയത്ത് അത് റിലീസായ സമയത്ത് സാറിന് ഫോണൊന്നും ഇല്ലല്ലോ, ഈ വാട്സപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം അത് സാർ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് കേൾക്കാൻ വേണ്ടി അവിടെ അയച്ചു കൊടുത്തിട്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞ പാട്ട് ഇതാണ്, എം ജയചന്ദ്രൻ ചെയ്ത പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് പാട്ടിങ്ങനെ വെച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്, എൻ്റെ ഫീലിംഗ് എന്താണെന്ന് അറിയാനായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും പാട്ടുകൾ പാടിയ ഒരാൾ, ഞാനൊരു ചെറിയ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആ പാട്ട് എന്താണെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകും ആ പാട്ട് കേട്ടിട്ട്. എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്ന അവസാന കാലങ്ങളിൽ ജയേട്ടൻ പാടിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് പെയ്നീർ പോലെ എന്നുള്ള പാട്ട്. അപ്പം ജയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പുതിയ മ്യൂസീഷ്യൻസിലെ 2 പേര് പറയുന്നത് വിജിപാലും സാറും ആയിരുന്നു. ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ സംഗീതത്തിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ സാറിന് പല ലെജൻസിനോടും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കോംപ്രമൈസ്. പക്ഷെ അവരൊക്കെ തിരിച്ചു വന്നത് ആ മ്യൂസിക്കാലിറ്റിയിലേക്ക്, അതിൻ്റെ ആ ഒരു മൂല്യം തന്നെയാണ് അവരെല്ലാം തിരിച്ച് ഇപ്പോഴെല്ലാവരുമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ
ആ ഒരു കോംപ്രമൈസ് സാർ ചെയ്യാറില്ല. അല്ല, അത് ചെയ്യാൻ പാടില്ല. ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല. ഇല്ല, പാടില്ല. മ്യൂസിക്കിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അല്ല, അതിൽ നമ്മുടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അതാണല്ലോ. ആ ജോലിയിൽ നമ്മൾ എന്തെങ്കിലും അത് പാടില്ല. അല്ല, ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഗായകരുടെ എടുക്കുമ്പോൾ ഞാൻ സാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഗായകരുടെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് മിക്കവാറും അവരുടെ കേൾക്കാത്ത ഒരു ഫ്ലേവർ പലപ്പോഴും സാറിൻ്റെ പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ ഒരു ശാഠ്യത്തിൻ്റെ തന്നെ ആയിരിക്കും. ഒരു ശാഠ്യമല്ല, അത് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കലാകാരൻ്റെ ഒരു സെർച്ചാണ്. അപ്പോൾ അത് മാത്രം, അതിൽ എനിക്ക് മാത്രമല്ല, അതിൽ ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെക്കാളും ഗുണം അവർക്കുണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മധുചേട്ടൻ്റെ ഇത് ആ പാട്ട് പട്ടം പോലെയല്ലേ, അന്തനാളിൽ നേരം, അത്രയും ലൈറ്റായിട്ട് എനിക്ക് തോന്നുന്ന അതേ മധുചേട്ടനെ കൊണ്ട് അമ്മയും പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു പാട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞ് അവരെ കൊണ്ട് അങ്ങനെ പാടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദിവസങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സിംഗേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അവരുടെ വേറൊരു ഫ്ലേവർ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാടുമ്പോഴത്തേക്കും മധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വടി വെച്ചിട്ടുണ്ട്, ശബ്ദം തുറക്കാൻ പാടില്ല. അപ്പോൾ മധു ആണെങ്കിലും ഇപ്പോൾ വിജു ആണെങ്കിലും എല്ലാവരും മധുചേട്ടനാന്നേ തോന്നില്ല, അതുപോലെയാണ് അത് പാടിയേക്കുന്നത്. ഇവരൊക്കെ എനിക്ക് അനിയന്മാരായതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാലും ഒരു ഏട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ്, വഴക്ക് പറഞ്ഞാലും വിജുവിനൊക്കെ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ശ്വേത ഒരു പാട്ട് പണ്ട് എനിക്ക് തോന്നുന്നത് കൂവരം കിളി പൈതലാണെന്ന് തോന്നുന്നു, അത് പാടിയപ്പോഴത്തേക്കും കുറേയധികം കറക്ഷൻസ് ഇങ്ങനെ 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 വന്ന് പോയപ്പോഴത്തേക്കും ശ്വേത എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ പാടുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പാടിയത് ശരിയാണ്, പക്ഷേ എനിക്ക് ആ ഒരു കഥാപാത്രത്തിനെ ഫീൽ ചെയ്യണം എന്നാൽ, കാരണം പാട്ടുകാർ അത് ആ പാട്ടാണ് പാടുന്നത്, അതിൻ്റെ ട്യൂണാണ് പാടുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് പാടുന്നത്. പക്ഷേ ആ സിനിമ ഫീൽ ചെയ്യണം. ഒരു പാട്ട് എടുക്കുമ്പോൾ ആ സിനിമ ഫീൽ ചെയ്യണമെങ്കിൽ ആ പാട്ട് കൊണ്ട് ഗുണമില്ല. കാരണം ഇത് ഈ പാട്ട് എടുക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കണ്ടതിന് ശേഷം ശ്വേത എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് ആ സമയത്ത് പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കണം. അപ്പോൾ അങ്ങനെ അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. എൻ്റെ ജോബ് ഷുഡ് ബി പെർഫെക്റ്റ് എന്ന് എനിക്ക്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, അത് വേറൊരു സൈഡാണ്. എനിക്ക് 20% ആണ് എൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് പെർഫെക്ഷൻ എങ്കിൽ അത് എത്തണം, അത് വേണം. എനിക്ക് പലപ്പോഴും ഈ സിംഗേഴ്സ് പാടുമ്പോൾ സാറിൻ്റെ ഒരു ആക്ഷൻ പോലും ഇപ്പോൾ സാറ് പാടുമ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ, ഞാനെപ്പോഴും നിഖിലിനോടൊക്കെ, സാറിൻ്റെ അസിസ്റ്റൻറ്റ് നിഖിലിനോടൊക്കെ പറയാറുണ്ട്, സാറ് പാടുമ്പം മുഖത്തു നിന്ന് നമുക്ക് ആ ഈണത്തിൽ നിന്നല്ല, ആ വരികൾ ആ ഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. വരികൾ കേൾക്കണം എന്നില്ല, എന്തായിരിക്കും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കധികം ഭാവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പാടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം ദിരദാനദീം താന ദിരദാനദീം താന, അപ്പം അത് സാർ എങ്ങനെയാണോ പാടുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുക, അങ്ങനെ തന്നെയായിരിക്കും ആ സിംഗറിൻ്റെ അടുത്തുനിന്നും ആ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പം അത്രത്തോളം സിംഗേഴ്സിനെ അവരുടെ ആ ഔട്ട്പുട്ട് ഫുള്ള് എടുക്കാറുണ്ട് പാടി വരുമ്പോൾ അല്ലേ. നജീം ഇത് പാടാനായിട്ട് ഒരുപാട് നേരം എടുത്തെന്ന് തോന്നുന്നു. നജീമിന് അത് കാരണം ദേഷ്യം എൻ്റെ അടുത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേറൊരു സൗണ്ട് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് അവർക്കും ഒരുപാട് ഗുണപ്രദമാണ്. ഇപ്പൊ നജീമിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് തീർച്ചയായിട്ടും ഇതായിരിക്കും. നജീമിന്റെ പൊതുവെ ഒരു ഹസ്കി സൗണ്ട് ആണ്, പക്ഷെ ഇതിൽ വളരെ ക്ലാരിറ്റി ഉള്ള, ക്ലിയർ ആയിട്ടുള്ള ഒരു. എനിക്ക് നജീമിനെ അല്ല വേണ്ടത്, നജീമിന്റെ എബിലിറ്റിയിൽ ആ കഥാപാത്രം വേണം. അങ്ങനെ ഒരു 100% തന്നിട്ടുള്ള സിംഗറാണോ ശ്രേയ ഘോഷൽ സാറിന്? അല്ല, 100% ഒരാൾക്കും പറ്റില്ല. അത് ഈശ്വരന് മാത്രം, 100% ഈശ്വരൻ മാത്രം. അല്ല, സാറിന്റെ മനസ്സിലെ ആ പാട്ടിന്റെ ആ ക്രിയേഷൻ എന്താണോ വേണ്ടത് അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ള. എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ശ്രേയ, ഓഫ് കോഴ്സ് ശ്രേയ ആയിട്ട് എൻ്റെ ഒരു മ്യൂസിക്കൽ കെമിസ്ട്രി എന്നുള്ളത് അത് എനിക്കെപ്പോഴും വളരെയധികം സന്തോഷം തന്നിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പാടിച്ചിട്ടുള്ളതിൽ എനിക്ക് ജാനകിയമ്മയൊന്നും പാടിപ്പിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. സുശീലാമ്മയെ പാടിപ്പിച്ചിട്ടില്ല. വാണിയമ്മയെ ഒരൊറ്റ പാട്ട് മാത്രം, ഒരു ഡിവോഷണൽ മാത്രം പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ലെജൻസുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കുറവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും ആണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പാട്ടുകൾ. അതെ, തീർച്ചയായിട്ടും. ചിത്ര ചേച്ചി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മയങ്ങിപ്പോയി,
ആ പാട്ട് ചിത്ര ചേച്ചി പാടിയതുപോലെ വേറെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. ഇല്ല. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ചിത്ര ചേച്ചിയുടെ, അത് സുജി ചേച്ചിയുടെ ഇപ്പോൾ കണ്ട് കണ്ട് കൊതി കൊണ്ട് നിന്ന് കുയിലെ, അതുപോലുള്ള പാട്ടുകൾ സുജി ചേച്ചി പാടുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ആ ഫ്ലേവറൊന്നും ബാക്കി ആർക്കും അതുപോലെ കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള എൻ്റെ തോന്നൽ കാരണമാണല്ലോ അവർ അപ്രോച്ച് ചെയ്തത്. അല്ല, പിന്നീട് അങ്ങനെ പാടി കേട്ടിട്ടില്ല, ആരും പാടി കേട്ടിട്ടില്ല. അതെ, ആ വഴികളിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോണ്ടംപററി ആയിട്ട് നിൽക്കുന്ന പാട്ടുകാരിൽ എനിക്ക് ശ്രേയ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാലൻ്റുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മ്യൂസീഷ്യൻഷിപ്പാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത് അതിനെ ടെക്നിക്കലായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കാണാം, ഏത് രീതിയിലും സംഗീതത്തിനെ കാണാം. പക്ഷേ ഒരു കോമ്പോസിഷൻ കേൾക്കുമ്പോൾ അതെങ്ങനെ ഈ പാട്ടുകാരിക്ക് അല്ലെങ്കിൽ പാട്ടുകാരന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ നോട്ടിൽ ആ കോമ്പോസിഷൻ്റെ സോളിനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മാത്രമേ നമുക്ക് പാട്ടുകാരെന്നോ പാട്ടുകാരിയെന്നോ പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ ഒരു അടിപൊളി സോങ് ആയിക്കോട്ടെ, വേറൊരു ജനുസിലെ സോങ്, ഏത് രീതിയിലുള്ള സോങ് ആണെങ്കിലും അതിനൊരു സോളുണ്ട്, അതിൻ്റെ കോമ്പോസിഷന് ഒരു സോളുണ്ട്, അവിടെ ടച്ച് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ലജ്ജാവതി എന്ന് ജാസി പാടുമ്പോഴത്തേക്കും നമ്മൾ ഉടനെ അതുമായിട്ട് ഇങ്ങനെ ഒരൊറ്റ സെക്കൻഡിൽ നമ്മൾ ഒരു കോഡ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, അതല്ലേ? അപ്പോൾ ഇപ്പോൾ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടുകാരൻ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷനുണ്ട്. ആ വൈബ്രേഷനാണ് ഞാൻ പറഞ്ഞ ഈ സോളിനെ ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ ആരാധികെ എന്നുള്ള പാട്ട് അവർ രണ്ടുപേരും കൂടെ ആ ശബ്ദങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വേറെ ആരും, ഇപ്പോൾ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് വിജി പാടുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ആ വൈബ്രേഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ വൈബ്രേഷന് വേണ്ടിയിട്ടുള്ള സെർച്ചാണ് ശരിക്കും പാട്ടുകാരനിലേക്കോ പാട്ടുകാരിലേക്കോ എത്തുന്നത്. ഇപ്പം ശ്രേയാജി പാടിയ പാട്ടുകളിൽ എപ്പോഴെങ്കിലും സാറിൻ്റെ കോമ്പോസിഷൻ പാടാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും, ടഫായിട്ടൊക്കെ തോന്നുന്നത് എന്തെങ്കിലും, ഇനിവേ എല്ലാം ഈസി ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ സാറിന്? അത് മ്യൂസിക്കലി അങ്ങനെ ബുദ്ധിമുട്ടിയ സ്ട്രഗിൾ ചെയ്ത ഒരു ഇടമുണ്ടായിട്ടില്ല. പക്ഷേ പ്രൊണൗൺസിയേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിർവൃതി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു 80-90 ടേക്കുകൾ ആ നിർവൃതി മാത്രം എടുത്തിട്ടുണ്ട്. അതിനൊരു 5-6 മണിക്കൂർ കൂടുതൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാട്ടിൽ ഒരു 6-7 മണിക്കൂർ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത്രയും നേരം ശ്രേയ നിന്ന് പാടുകയാണ്. പലപ്പോഴും ഞാൻ ശ്രേയ എടുത്ത് പറയും ഇത് മതി, അപ്പോൾ ശ്രേയ പറയാം അത് പോരാ, എനിക്കൊന്നുകൂടെ പാടണം എന്ന് പറയാം. അപ്പോൾ അത്രയ്ക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവരുടെ പ്രൊഫഷനിലേക്ക്, ഈ ആർട്ടിലേക്ക്, സിനിമാ സംഗീതത്തോടുള്ള അവരുടെ സ്നേഹം, ഇതെല്ലാം ഞാൻ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്നതിൻ്റെ കാര്യം അതാണ്. കണ്ട് പഠിക്കേണ്ട ഒരു തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ശ്രേയ ഘോഷൽ എന്ന് പറയുന്നത് യെറ്റ് അനദർ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്, എങ്ങനെയും പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്, അങ്ങനെയാണ് ഞാൻ ആളെ കാണുന്നത്. 1995 സാറിൻ്റെ തുടക്കം, മ്യൂസിക് ഡയറക്ടർ എന്നുള്ള തുടക്കം. അതിന് മുമ്പ് പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അത് പെരുമ്പാവൂർ സാറിൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറായിട്ട് 95 തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എനിക്ക് തോന്നുന്ന ഒരു എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറെ മലയാളികളെ ശ്രദ്ധിച്ചത് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ മണിക്കുയിലെ പാട്ട്. അതിൽ എല്ലാ പാട്ടുകളും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കുക്കു കുക്കു എന്നുള്ള പാട്ട്. അതൊരു ഫോക്കും ക്ലാസിക്കലും എല്ലാം കൂടെ ഒരു രാഗത്തിൽ ഫോക്ക് കേൾക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രത്യേകത അന്ന് മലയാളികൾക്ക് ഒരു ഫ്രഷ്നെസ് തോന്നിയ ഒരു, ചിന്മയെ മലയാളത്തിൽ കേട്ടത് അതൊക്കെ ഞാൻ ബാക്കിൽ പോയി നോക്കിയിട്ടുള്ള ധാര പാടിയിരിക്കണത് അങ്ങനെ നോക്കിയിട്ടുള്ള പാട്ടുകളാണ്. കുക്കു കുക്കു ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈവിൽ പാടാറുണ്ട്, ഞാൻ ലൈവ് കേട്ടിരുന്നു, പുള്ളിക്കാരി അത് ലൈവിൽ പാടാറുണ്ട്. അപ്പോൾ വാൽക്കണ്ണാടിയാണ് സാറിൻ്റെ ഒരു ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പുണ്യത്തിലേക്ക് കുങ്കുമരാഗ പരാഗ വലിഞ്ഞൊരു സുന്ദരി സഖി, ആ പാട്ടൊക്കെ, അത് മൊഴി, ആ പാട്ടൊക്കെ ഇങ്ങനെ അപ്പോഴും ഉണ്ട് ആ പാട്ട്. അപ്പോൾ എവിടേക്കോ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആസ് എ മ്യൂസിക് ഡയറക്ടർ അടയാളപ്പെടുത്തിയ സിനിമ വാൽക്കണ്ണാടിയായിരുന്നു. അപ്പോൾ അതിലേക്ക് അതിൻ്റെ വരവും അത് വന്ന സമയത്തുണ്ടായ ഒരു മാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഡയറക്ടേഴ്സ് അനിൽ ബാബു ആയിരുന്നു. അപ്പോൾ അനിലേട്ടനും ബാബു ചേട്ടനും വളരെയധികം എന്നോട് സ്നേഹമായിരുന്നു. അതുപോലെ അത് നിർമ്മിച്ചത് രഞ്ജിത്ത് രജപുത്ര അദ്ദേഹമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, തെങ്കാശിയിൽ
ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ എൻ്റെ കീബോർഡെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് ഈ ഈണം കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണിക്കുയിലേ മണിക്കുയിലേ എന്ന് തന്നെയാണ് പാടിയത്. അപ്പോൾ അത് ഒരൊറ്റ കേൾവി തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ അമ്മേ എന്നുള്ളതിൻ്റെ ട്യൂണും ഒരൊറ്റ ട്യൂണിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറഞ്ഞാൽ കുക്കു കുക്കു കുറുവാലി അത് വേറെ ഒരു ഈണമായിരുന്നു തോന്നുന്നു ആദ്യം. അപ്പോൾ രമേശൻ നായർ സാറാണ് അത് എഴുതിയത്. അത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴെന്ന് വെച്ചാൽ എറണാകുളത്ത് സാന്റാ സിസിലിയ സ്റ്റുഡിയോയിലാണ് ദാസർ പണിത്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അവിടെ. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് സ്റ്റെപ്പ് കയറണം. ഇപ്പം നമ്മളിവിടെ സ്റ്റെപ്പ് കയറി വന്ന പോലെ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ഓടിക്കയറി കിതച്ച് സാറിന് മുമ്പേ ഒന്ന് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഉടനെ സാറ് പറഞ്ഞു, അങ്ങനെ പറ്റി നീ അവിടെ ഇരിക്കും. അപ്പോൾ സാറ് വഴക്ക് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ സാറ് വഴക്കൊന്നും പറഞ്ഞില്ല. അവന് കുറച്ച് വെള്ളം കൊടുക്ക്, അവന് ഓക്സിജൻ കിട്ടട്ടെ. പാട്ട് കേട്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ രാഗം അത് ഈ രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, അത് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുന്നാഗ വരാളി മാത്രമല്ല, പല രാഗങ്ങളുണ്ട്. പലപ്പോഴും ഇതിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കും, ഈ ഒരു പ്രത്യേക ഇപ്പോൾ ഹൃദയത്തിന് മധുപാത്രം എടുക്കുമ്പോൾ അത് ഗൗരി മനോഹരിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ അത് മനോഹരിയാവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗൗരി കൊണ്ട് മനോഹരിയാവണമെന്നുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് പലപ്പോഴും ചെറിയൊരു അന്യസ്വരം കൂടെ വരുമ്പോൾ ഒരു കളർ മാറും. അല്ല, നമുക്ക് ഈ സ്വരങ്ങളൊക്കെ വരുന്നത് സ്വരപ്പെടുത്തിയല്ലല്ലോ. ഈണം എന്ന് പറയുന്നത് സ്വരപ്പെടുത്തി നോക്കിയിട്ടല്ലല്ലോ അത് വരണേ. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ്, ആ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. അത് വരുമ്പോൾ ചിലപ്പോൾ ചില രാഗധ്വനികൾ വരും. അങ്ങനെ വന്നാൽ അത് ആ രാഗധ്വനികൾ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു മാത്രം. അപ്പോൾ സാറിന് അത് ഈ പുന്നാഗ വരാളിയുടെ ചില ധാരകളായിട്ട് അദ്ദേഹത്തിന് തോന്നിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ദർ ഇസ് സംതിങ് ഇൻ ദിസ്. അതാണ് ചില പാട്ടുകളിൽ ചില മാജിക് ഉണ്ടാവും. അതുകൊണ്ടാണ് ആൾക്കാരത് ഇഷ്ടപ്പെടുന്നത്. അതെന്താണെന്ന് ഫോർമുലയൊന്നുമില്ല. ഇപ്പോഴും ഫ്രഷ് ആണ് ആ പാട്ട്, നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിന് ഫോർമുലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫോർമുലയൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഹിറ്റാവുമല്ലോ. അങ്ങനെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ ഇത് മാത്രമല്ല, എനിക്കും എന്നെ മനസ്സിലാക്കാൻ കൂടി അത് സഹായിച്ചെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഇഫ് ഐ ഹാവ് ടു സ്റ്റേ. അല്ലെങ്കിൽ പല ആൾക്കാരുടെ ഇടയിൽ ഒരാളായിട്ട് പതുക്കെ പതുക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ എന്ന്. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ച പാട്ടും കൂടെയാണ്. അപ്പോൾ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുകയും അതേസമയം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിൽ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം 2003 തുടങ്ങി പിന്നെ പാട്ടുകളുടെ ഒരു ഹിറ്റുകളുടെ ഒരു മേളയായിരുന്നു ശരിക്കും. ഗൗരി ശങ്കരം, പിന്നെ ബാലേട്ടൻ, അതൊക്കെ അത് കഴിഞ്ഞ് സംഭവിച്ചതാണ്. അപ്പോൾ 2004 തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റുകളും ഏറ്റവും കൂടുതൽ പാട്ടുകളും ഏറ്റവും ബിസി ആയിട്ടിരുന്ന സമയം പെരുമഴക്കാലം സംഭവിച്ച ആ വർഷം. അതാണ് അടുത്ത ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ മലയാളത്തിന് വേണം എന്ന് അടയാളപ്പെടുത്തിയ ഒരു വർക്കായിരുന്നു പെരുമഴക്കാലം എന്ന് പറയുന്നത്. അതിൽ സാറ് പാട്ട് പാടി അതിന് അവാർഡും കിട്ടി. അപ്പം ആ പാട്ടിലേക്കൊക്കെ ഇപ്പം മഴ എന്ന് പറയുന്നത്, അതും എഗെയിൻ ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് റെയിൻ എന്ന് പറയുന്നത്, ആ പാട്ടിലേക്ക് സാർ തന്നെ പാടാമെന്നുള്ള ഒരു തീരുമാനം എങ്ങനെ വന്നതായിരുന്നു? അത് കമൽ സാറായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ അത് റാഷിദ് ഖാൻ സാബോ അല്ലെങ്കിൽ ഹരിഹരൻ സാറൊക്കെ പാടണമെന്നായിരുന്നു. പക്ഷെ അപ്പോഴത്തെ ചില പ്രൊഡക്ഷൻ ഇഷ്യൂസ് കാരണം അത് സാധിക്കില്ല എന്ന് വന്നു. പക്ഷേ കമൽ സാർ ഇങ്ങനെ ഞാൻ പാടിയ ഒരു ട്രാക്ക് കേട്ട് അദ്ദേഹം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അത് പറ്റില്ല, അത് ജയൻ തന്നെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വളരെ സ്നേഹത്തിലാണ് അത്. എനിക്കെപ്പോഴും കമൽ സാറിൻ്റെ കൂടെ കമ്പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ മ്യൂസിക് ഉണ്ടാവും. ഞാനല്ല, ആര് ചെയ്താലും. ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഒരു മ്യൂസിക് കമ്പോസറിനെ കൊണ്ട് ആ സിനിമയുടെ ഒരു എന്താണ് ബ്ലഡ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത്, അതൊരു ഡയറക്ടറിൻ്റെ വലിയൊരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നത്. അത് കമൽ സാറിൽ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ വിദ്യാജി അല്ലെങ്കിൽ ഔസേപ്പച്ചൻ ചേട്ടൻ അല്ലെങ്കിൽ ഏത് മ്യൂസിക് കമ്പോസറും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വരുമ്പോഴത്തേക്കും ആ പാട്ടുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആവുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എനിക്കും ആ ഒരു ഭാഗ്യം ഈ പെരുമഴക്കാലത്ത്
ആണ് ആദ്യമായിട്ട് അത് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്താണ് ആ പാട്ടുകളെല്ലാം ചെയ്തത്. കുറ്റിപ്പുറത്ത് ഒരു പെരുമഴക്കാലത്ത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്തത്. അതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഈ പാട്ട് ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ ഞാൻ രണ്ടാമത് അത് പോയിട്ട് സ്റ്റുഡിയോ പോയിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കുറേ സംഗതികളൊക്കെ ചേർത്ത് അതിനെ കുറച്ചും കൂടെ മ്യൂസിക്കലാക്കിയിട്ട് ഞാൻ രണ്ടാമത് കമൽ സാറിനെ കേൾപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇതല്ല എനിക്ക് വേണ്ട പാട്ട്, ചേന ആദ്യം പാടിയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അതിലിപ്പോഴും എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ കുറേ ഇംപെർഫെക്ഷൻസ് തോന്നുന്നുണ്ട്. പക്ഷെ കമൽ സാറിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ്, കാരണം അതിന് ഇമോഷണൽ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പാടിയതല്ല, മറ്റേ മ്യൂസിക്കൽ ഡെപ്ത് ആയിരുന്നു. അപ്പോൾ ഇമോഷണൽ ഡെപ്താണ് വേണ്ടതെന്ന് കമൽ സാർ എനിക്ക് പറഞ്ഞു തന്നു. അതും ഒരു തിരിച്ചറിവാണ്. ആ സിറ്റുവേഷൻ അതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ സിനിമയിൽ തന്നെ പലതരം പാട്ട്, ഇപ്പോൾ ചെന്താർമിഴി ആണെങ്കിൽ ഒരു ക്ലാസിക്കൽ ബേസ്ഡ് സോങ്, കല്ലായി കടവത്തെ പ്യുവർ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്, അങ്ങനെ പലതരം പാട്ടുകൾ അതിൽ ചെയ്യാൻ പറ്റി ആ സിനിമയിൽ അല്ലേ? അതെ, അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സമയത്ത് എനിക്ക് ആ അവസരം എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇപ്പോഴും പല ആൾക്കാരും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പിണറായി പെരുമയിൽ അവിടെ പോയി പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലായി കടവത്തെ പാടിയപ്പോഴും ആൾക്കാർ അതിനെ റിസീവ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭൂതപൂർവമായിട്ടുള്ള റെസ്പോൺസാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 21 വർഷം കഴിഞ്ഞു. 21 വർഷം കഴിഞ്ഞിട്ടും ആ പാട്ടിനും ആ സിനിമയ്ക്കും ആ സിനിമയിലെ ഗാനങ്ങൾക്കും ഒക്കെ ഇപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത്, അതാണ് ടൈംലെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം എനിക്കാവാൻ പറ്റിയെന്നുള്ളത് ഭാഗ്യമാണല്ലോ. ഈ 2004 ഒരുപാട് ഹിറ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങൾ എന്നല്ല, ഒരുപാട് ഹിറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഥാവിശേഷൻ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ. അപ്പം ഈ ഒരേ വർഷം തന്നെ ഇത്രയധികം സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഒരു ക്രിയേഷനാണ്, അതിൽ കുറേ സമയം എടുക്കും, നമ്മൾ അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് കുറച്ച് നേരം നിൽക്കും, അതിൽ നിന്ന് എടുത്ത് നമ്മളെ പറിച്ചുകൊണ്ട് വന്നിട്ട് വേണം അടുത്ത ക്രിയേഷനിലേക്ക് പോകാൻ. അപ്പം ഒരു വർഷം തന്നെ ഇത്രയും പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴും. ഇതിങ്ങനെ ഓരോന്നോരോന്ന് പുതിയത്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എല്ലാം ഹിറ്റുകളായിരുന്നു ആ സമയത്ത്. ഈ കഥാവിശേഷനിലൊക്കെ പാട്ടുകളൊക്കെ എല്ലാം ഹിറ്റുകളായിരുന്നു. അപ്പം അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പറിച്ച് നടുന്ന ആ ഒരു ക്രാഫ്റ്റ് എങ്ങനെയായിരുന്നു സാർ എടുത്തോണ്ടിരുന്നത്? അത് ഹാർഡ് വർക്കിലൂടെ മാത്രമാണ്. ഹാർഡ് വർക്കും ഈ പറഞ്ഞ ഞാൻ അവിടെ എത്തും എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാവും പകലും അതിൻ്റെ സന്തോഷങ്ങൾ അതായിരുന്നു. അത്രയും വർഷങ്ങൾ, കുറേയധികം, എനിക്കെപ്പോഴും ഒരു 45 വയസ്സ് വരെയുള്ള എൻ്റെ സമയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. കാരണം അതെല്ലാം മ്യൂസിക് മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് അതിരില്ലെങ്കിലും ഇപ്പുറത്ത് സങ്കടമാണെന്ന് എൻ്റെ മക്കൾക്ക് എനിക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ല എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. അവർ കുഞ്ഞായിരിക്കുമ്പോൾ, അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തുണ്ടാവാൻ പറ്റിയില്ല. അവർക്ക് ജീവിതത്തിൻ്റെ പല വഴികളും ഞാൻ അറിഞ്ഞതും കേട്ടതും ഒക്കെ കൊണ്ടതും എല്ലാം അവരോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് അപ്പോൾ പറ്റിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇത് എല്ലാം ഒരു ബാലൻസാണ്. ഒന്ന് താഴുമ്പോൾ മറ്റത് പൊങ്ങും എന്നുള്ളത്, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. തീർച്ചയായും. അപ്പം ഇപ്പോൾ പുതിയ പുതിയ പാട്ടുകൾ, സിനിമ മാറി, സിനിമയിലെ പാട്ടുകൾ മാറി, രചന മാറി, എല്ലാം മാറി. അപ്പോൾ പുതിയ സിനിമയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ സാർ എങ്ങനെയാണ് സ്വയം നവീകരിക്കുന്നത്? എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ ഓഫ് കോഴ്സ് ക്ലാസിക്കൽ കേൾക്കുന്നുണ്ടാവും, ഗസൽസ് കേൾക്കുന്നുണ്ടാവും, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിരിക്കാൻ അല്ലെങ്കിൽ സ്വയം പുതുക്കാൻ സാർ എന്തൊക്കെയാണ് ചെയ്യാറ്? അല്ല, അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം വേണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു AI കാലത്തിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും പറയും AI വന്നു, അതിങ്ങനെയാണ്, അത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ AI-യുമായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ AI-യെ ഏത് രീതിയിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതൊരു പഠനമാണ്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ പുതിയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായ തലങ്ങൾ. പണ്ട് പ്രോഗ്രാമിംഗ് തുടങ്ങിയത് തൊട്ട് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പാട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് റൂട്ടഡായിട്ട് കാണാനും പഠിക്കാനും ഞാൻ
എപ്പോഴും സമയം കണ്ടെത്തിയിട്ടുണ്ട്, അതിപ്പോഴും കണ്ടെത്തുന്നുണ്ട്. പിന്നെ എൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട് ഈ സിനിമയെ തന്നെ. എനിക്ക് ചെയ്യണമെന്ന് ചില ജനുസുകളിലുള്ള പാട്ടുകൾ ഞാൻ ചെയ്തിട്ടില്ലാത്തത് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, ഒരു സോങ് സിറ്റുവേഷൻ അങ്ങനെ കിട്ടിയാൽ എനിക്ക് അപ്പം കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്തരം ചില ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പാട്ടാണ് ഐഷയിൽ. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐഷയിലെ മറ്റു പാട്ടുകളൊക്കെ ഹിറ്റായെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് കാണാത്ത കത്തല് നെഞ്ചിലുണ്ട്, ഓർമ്മ മാത്രം ബാക്കിയുണ്ട്. ആ പാട്ടില് ഈ ഒരു അറബിക് കൾച്ചറിനെ എങ്ങനെയാണ് ഈ മലയാളത്തിൻ്റെ ഇതുമായിട്ട് സാറ് അത് എങ്ങനെയാണത് മിക്സ് ചെയ്തതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാം. നമ്മൾ അറബിക് സോങ്സ് എപ്പോഴും ഞാൻ ഹരിയോട് പറഞ്ഞു, നമുക്ക് ബാബുക്കയും ഭാസ്കരൻ മാസ്റ്ററും കൂടെ ഈ സോങ് സിറ്റുവേഷൻ എങ്ങനെ ഇരുന്നാൽ എന്തുണ്ടാവും അത് നമുക്ക് ഉണ്ടാക്കാം, നവീന കാലത്തിന്റെ സൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അറബിക് സോങ്സ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഭയങ്കര സന്തോഷത്തിന്റെ മൂഡിലാണ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വ്യത്യാസമാണല്ലോ. അപ്പോൾ ഇതൊരു എഗെയിൻ ഇൻറ്റൻസ് സാഡ്നെസ് ആണ്. ആ സിനിമയിലെ ഏറ്റവും വിഷമമായിട്ടുള്ള സിറ്റുവേഷനിലാണ്. അവിടെ ആ അറബിക് കൾച്ചർ കൊണ്ടുപോകാൻ അറബിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു പാത്തോസിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആയിഷ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഓതൻറ്റിക് ആയിട്ടുള്ള അറബിക് മ്യൂസിക് ഉപയോഗിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ പാട്ടുകൾ, അറബിക് ലിറിക്സ് വെച്ചിട്ടുള്ള പാട്ടുകൾ ഒക്കെ നമുക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആദ്യമായി എന്നെനിക്ക് തോന്നുന്നു മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു പാട്ടാണ് അത്. നമ്മൾ അറബിക്കിലും ആ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് അറബിക്കിൽ റെക്കോർഡ് ചെയ്തപ്പോൾ ഉള്ള പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, അവിടുത്തെ വലിയൊരു പാട്ടുകാരിയാണ് പാടാൻ വന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും ഈ 7/8 എന്ന് പറയുന്ന ആ താളത്തിൽ അവർക്ക് പാടാൻ പറ്റില്ല. ഇല്ല, അവർക്ക് പറ്റൂല. അവർക്കൊരു അത്ഭുതമാണ് ഇതെങ്ങനെ എന്നുള്ളത്. പിന്നെ അവരെ ഓരോ വാക്കായിട്ട് പാടി 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 എഡിറ്റ് ചെയ്ത് പ്ലേസ് ചെയ്താണ് ആ പാട്ടുണ്ടാക്കിയത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് എത്രത്തോളം മാറുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സിനിമ മ്യൂസിക് എത്രത്തോളം അത് കാലത്തിൻ്റെ മുന്നിൽ സഞ്ചരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അപ്പം ഇനി അങ്ങോട്ട് സാർ ഇപ്പം മ്യൂസിക് ഫെസ്റ്റിവൽസ്, സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ മ്യൂസിക് ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് ഇനി എന്താണ് സാറിൻ്റെ മനസ്സിൽ ഇനി ചെയ്യാനുള്ള പ്രോജക്ട്സ് എന്തൊക്കെയാണ്? സാറിൻ്റെ മനസ്സിലുള്ള മ്യൂസിക്കൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു സിംഫോണിക് തലത്തിലുള്ള ഒരു പ്രോജക്റ്റ് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉരുത്തിരിഞ്ഞ് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അയ്യപ്പൻ തീമിലുള്ള ഒരു AI സിനിമയാണ്. അതിൽ 6-7 പാട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതുവരെയും ഞാൻ അത്തരത്തിലുള്ള ഒരു തീം ഇതുവരെയും ചെയ്തിട്ടില്ല സിനിമയിൽ. അപ്പോൾ ടെക്നോളജിക്കലി സാർ പുതിയ കാര്യങ്ങളൊക്കെ അല്ല, ടെക്നോളജിക്കലി അത് ഒരു സൈഡിലാണ്. പക്ഷെ ഓൺ ദി അതർ സൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വേണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിലാണ് ഈ 7 പാട്ടെന്നൊക്കെ പറയുന്നത്. ഈ കാലത്തൊന്നും മാത്രമല്ല, അതിലുണ്ടാകുന്ന ഇപ്പോൾ ശിവനും മോഹിനിയും കൂടെയുള്ള നൃത്തം എന്നൊക്കെ പറയുന്ന അതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ള, പിന്നെ അയ്യപ്പൻ പാട്ടുകൾ അതിൽ നമ്മൾ നന്ദഗോവിന്ദ് ഭജൻ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേക മോഡിൽ അത്തരം കാര്യങ്ങൾ. പുതിയ പാട്ടുകളെ പറ്റി സാറ് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിൻ്റെ ഒരു 5 പാട്ടുകൾ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ്, ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സാറിൻ്റേതല്ലാത്ത പുതിയ ആൾക്കാരുടെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ സാറിന് ഇഷ്ടമുള്ളൊരു 5 പാട്ടുകൾ പറയാമോ? ഇപ്പോൾ വിഷ്ണുവിൻ്റെ ആരാധികയെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോൾ തിരുവാവണി രാവ് എന്നുള്ള ഷാനിൻ്റെ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ ജാതിക്കാത്തോട്ടം, അതുപോലുള്ള പല പാട്ടുകളും ഇഷ്ടമാണ്. അപ്പോൾ ഈ സുഷിൻ്റെ പാട്ടുകൾ, അങ്ങനെ എൻ്റെ അനിയന്മാരായിട്ട് തന്നെ ഞാൻ അവരെ കാണുന്നത്. അവരെ പറ്റി എനിക്ക് വളരെ അഭിമാനമാണ്. പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും എന്ന് തോന്നുന്ന രീതിയിലേക്കാണ്. നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ ശക്തിയുണ്ട്, നമ്മളെവിടെയും വീണു പോകുന്നില്ല. മലയാള സിനിമ സംഗീതത്തിൻ്റെ
അതിൻ്റെ ഒരു വേറൊരു തലത്തിലേക്ക് ഇനി അടുത്ത കാലത്തിലേക്ക് നയിക്കാൻ പറ്റിയവർ തന്നെയാണ് നമ്മുടെ സിനിമയിൽ സംഗീതം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. മലയാളത്തിൽ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ മെലഡികൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ മെലഡിയെ വീണ്ടും ആക്സെപ്റ്റ് അല്ല, അങ്ങനെ ചെയ്തു. ഒരു തിരിച്ചു വരവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മെലഡി എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ റിതമിക്കായിട്ടുള്ള സോങ്സും അയാളുടെ ആ മനുഷ്യൻ്റെ ഋതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാ കാലത്തും ഉണ്ട്. ചില ട്രെൻഡുകളിൽ ചില കാര്യങ്ങളിൽ അത് മുന്നോട്ട് വരുന്നു, ഒന്ന് പിൻവലിയുന്നു. തിരയും തീരവും പോലെ തന്നെ. തിരയുമുണ്ട്, തീരവുമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ഇത് തമ്മിൽ സമ്മേളിക്കുന്ന കാര്യം ചില സമയങ്ങളിൽ ചില തിരകൾ മാത്രം കൂടുതൽ ഒരു വേലിയേറ്റത്തിൽ വരുമല്ലോ. ആ വേലിയേറ്റത്തിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൾവലിയുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ നേരത്തെ കണ്ട ഹൃദയം അവിടെ വരും. അത്രേ ഉള്ളൂ. എന്തായാലും മലയാളികൾക്ക് ഒരുപാട് ഇനിയും കൂട്ടാകുന്ന ഒരുപാട് നല്ല മെലഡികളുമായിട്ട് സാറിൻ്റെ പുതിയ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം. താങ്ക് യു.